ഈ അൾത്താരയിൽ വന്ന് ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് അന്ന. ഞാൻ കാസർഗോഡ് ബദിയെടുക്ക ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരിയിലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ M.Com ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മെയിനായിട്ടും ഒരു M.Com കഴിഞ്ഞിട്ട് ഉപരിപഠനം എന്താണ്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി എടുത്തു. രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് SIP എന്നൊരു കോഴ്സിനെ കുറിച്ച് ഞാൻ ആദ്യമായി അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞു. SIP കുറിച്ച് അറിഞ്ഞ 6 മാസത്തെ കോഴ്സായിരുന്നു. ഞാൻ ആ കോഴ്സ് പഠിച്ചു. ഇത് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കോഴ്സായിരുന്നു. അത് പഠിച്ച് കഴിഞ്ഞ് അതിൻ്റെ എക്സാമും പാസ്സായി. അതിനുശേഷം എൻ്റെ പ്രാർത്ഥന സർട്ടിഫിക്കേഷൻ മാത്രം കിട്ടിയാൽ പോലെ നമുക്കൊരു ജോലിയും കൂടെ വേണമല്ലോ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് നമുക്ക് അറ്റംപ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 3 കമ്പനികളിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. 3 കമ്പനിയുടെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അതിലേറ്റവും ബെസ്റ്റ് ഓഫർ തന്ന കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. 2024 ഡിസംബർ 2-ാം തീയതി ആയിരുന്നു HCL Tech എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തത്. ഹൈദരാബാദായിരുന്നു ലൊക്കേഷൻ. എനിക്ക് ആ ലൊക്കേഷൻ അത്രയും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെയുള്ള രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ജോബിൻ്റെ ഫീൽഡിൽ ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ഡൊമൈനിൽ എനിക്കൊരു പ്രൊജക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ SIP ഞാൻ പഠിച്ച SIPയിൽ എനിക്ക് പ്രൊജക്റ്റ് കിട്ടുന്നില്ല. വേറെ ആപ്ലിക്കേഷനിലുള്ള പ്രൊജക്റ്റ് എനിക്ക് വരുന്നുണ്ട്, അല്ലാണ്ട് SIPയിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ ഞാൻ 8 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് വരുന്നില്ല. അവസാനം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് SIP പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വന്നു. ഈ ജൂലൈ 22-നായിരുന്നു ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വന്നത്. ഈ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നോർമലി അവർ നല്ലോണം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. പക്ഷേ എന്നെ വിളിച്ച സാറ് എന്നോട് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ചോദിച്ചുള്ളൂ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. എന്നോട് ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ആളെന്നോട് ചോദിച്ചില്ല. ഒരു 10 മിനിറ്റ് കോൺവെർസേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം സാർ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പേര് ഈ പ്രൊജക്റ്റിന് വേണ്ടി ബ്ലോക്ക് ചെയ്യാൻ പോവാന്നുള്ള കാര്യം സാറ് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി 3 ദിവസത്തിന് ശേഷം എൻ്റെ പേര് ബ്ലോക്ക് ചെയ്തു എന്നും പറഞ്ഞുള്ള മെയിൽ എനിക്ക് വന്നു. എന്നാലും ഫൈനൽ സെലക്ഷൻ്റെ മെയിലും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫൈനൽ സെലക്ഷൻ്റെ മെയിൽ വന്നു. ഈ വ്യാഴാഴ്ചയായിരുന്നു എനിക്ക് ഫൈനൽ സെലക്ഷനുള്ള മെയിൽ വന്നു. അപ്പം ഹൈദരാബാദ് ലൊക്കേഷൻ എനിക്കൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയുന്നത്, ഈ വരുന്ന അഖണ്ഡ ജപമാലയിൽ എനിക്ക് വരണമെങ്കിൽ തന്നെ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് റീലൊക്കേഷൻ കിട്ടിയാലും എനിക്കൊന്നും നടക്കുള്ളൂ. അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളായപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, എനിക്ക് റീലൊക്കേഷൻ ബാംഗ്ലൂരേക്ക് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ, ഈ പ്രോജക്റ്റ് മെയിനായിട്ട് അവിടെ പ്രൈമറി ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ നോയിഡയാണെന്ന് പറഞ്ഞ് അവർ റീലൊക്കേഷനും എനിക്ക് പെർമിറ്റ് ചെയ്തു. പിന്നെയുള്ള എൻ്റെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ടുള്ള രോഗസൗഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 കക്ഷത്തിലും ചെറുതായിട്ടൊരു നീർവീക്കം പോലെ വന്നിട്ട് എനിക്ക് വേദന വന്നു കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ നല്ല വേദന വന്നിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. ഞാൻ ഈ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് എപ്പോഴാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ പോയെന്നും പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു വേദനയോ കാര്യങ്ങളോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. ടൗണിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു, കടകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു, അതുപോലെ തന്നെ പള്ളികളിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് വൃദ്ധസദനങ്ങളിൽ പോവും, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കും, അവർക്കും ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കും. അതുപോലെ തന്നെ രോഗികളെ ഹോസ്പിറ്റലിലൂടെ പോയി സന്ദർശിക്കും. അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യലി അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആത്മീയമായി എന്നെ ഒരുപാട് വളർത്തി. കാരണം ഞാൻ സ്വന്തമായിട്ട് കൊന്തയൊന്നും ചൊല്ലുന്ന കൂട്ടത്തിലല്ലായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായി വീട്ടിൽ ഉള്ള സന്ധ്യാപ്രാർത്ഥന അല്ലാണ്ട് സ്വന്തമായി കൊന്ത ചൊല്ലി തുടങ്ങിയത്. അന്ന് തൊട്ടായിരുന്നു. ബൈബിള് വായിക്കും, അരമണിക്കൂർ മുടങ്ങാതെ വായിക്കുമായിരുന്നു. കുമ്പസാരം മാസത്തിലൊന്നായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ പൗലോസ് കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 7 21-ാം തിരുവചനം. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നോ? സാരമില്ല, സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ദൈവത്തിൻ്റെ ഒരു വലിയ വിളിയാണ് നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഈശോ നമ്മെ സ്നേഹിതർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നാം ഏത് ജീവിതാവസ്ഥയിലായിരിക്കുന്നുവോ അവിടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാനുള്ളൊരു വലിയ കടമയാണ്
നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഈ മകൾ MCOM എടുത്ത് പഠിച്ച് കഴിഞ്ഞപ്പോൾ ജോലി സാധ്യതകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം വലിയ തടസ്സങ്ങൾ നേരിടുകയായിരുന്നു. അങ്ങനെ ഈ മകൾ കാസർഗോഡ് നിന്നും വളരെ ദൂരം വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് നല്ല ഓഫറുള്ള 3 ഇൻ്റർവ്യൂ ലഭിച്ചു. 3 ഇൻ്റർവ്യൂവിന് മോൾ വളരെ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കോപ്പറേറ്റ് ചെയ്തു, നല്ല ഓഫർ ജോബ് കിട്ടി. അതിനുശേഷം ഈ മകൾക്ക് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വീണ്ടും ആ ഡൊമൈനിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ലഭിക്കാതായപ്പോൾ ഈ മകൾ വീണ്ടും പ്രാർത്ഥന വളരെ ശക്തമായി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ച് ലൈറ്റ് ക്യാൻഡലിട്ട് പ്രാർത്ഥിച്ചു. 2 മാസത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് പ്രോജക്റ്റ് കിട്ടുകയും ആഗ്രഹിച്ച പോലെ തന്നെ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു റീലൊക്കേഷൻ കിട്ടുകയും ചെയ്തു. ഉടമ്പടിയിലായിരിക്കുമ്പോൾ അമ്മയോട് നാം സ്നേഹത്തോടെ എന്തു ചോദിച്ചാലും പരിശുദ്ധ അമ്മ നൽകുന്ന വലിയ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഈ മകളുടെ കയ്യിലുണ്ടായ ഒരു വലിയ പെട്ടെന്നുണ്ടായ ഒരു വേദന, ആ വേദനയ്ക്ക് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഈ മകൾ വളരെ കൃത്യമായി തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന ആ സമയത്ത് ചെയ്തിരുന്ന ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും മകൾ കൃത്യമായി തൻ്റെ വേദനയുള്ള സ്ഥലങ്ങളിലെല്ലാം തൈലം പൂശി പ്രാർത്ഥിച്ച് ഈ മകളുടെ വേദന പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഉടമ്പടി വസ്തു എവിടെ ഉപയോഗിച്ചാലും അതിൻ്റെ ആക്ടിവേഷൻ വളരെ ശക്തമാണെന്ന് നമുക്കറിയാം. ഉടമ്പടിയിലായിരിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് തന്നെ പ്രാർത്ഥിക്കുമ്പോഴും നാം അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ കൃപകളും ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ ജോസഫ് അച്ഛൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കുമുള്ള അനുഗ്രഹങ്ങൾ നാം സമ്പാദിക്കുകയാണ്. അതാരും മിസ് ചെയ്യരുതെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മകൾ ഈശോയോട് വളരെ അടുത്തിരിക്കാൻ വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും വളരെ ശക്തമായി ചെയ്ത് ഈശോയെ പ്രഘോഷിക്കുവാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ പരിശീലിച്ചു കഴിഞ്ഞു. ഭാവി സ്ഥാനപ്പെടുത്തി എന്നാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ ഈശോയുടെ വചനം ഏറ്റുപിടിക്കാം, മറ്റുള്ളവർക്കത് പങ്കുവയ്ക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും പഠനത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ഈ നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.